next program, which is 4:1 DMUX. Okay, so 4:1 DMUX. ഇപ്പോൾ കേസ് സ്റ്റേറ്റ്മെന്റ് വെച്ചാണ് ഇപ്പോൾ ഞാൻ പ്രോഗ്രാം എഴുതിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഒരു 2:1 or 1:2 മാർക്സ് ഓർ DMUX നമ്മൾ ഇഫ് എൽസ് ഒന്നും വെച്ച് എഴുതുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല. 4:1 or 1:4 ഒക്കെ വെച്ച് എഴുതുമ്പോൾ കേസ് സ്റ്റേറ്റ്മെന്റ് എഴുതി പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾക്ക് കൂടുതൽ ഫെമിലിയർ ആയിട്ടുള്ളതെന്ന് പറയുന്നത് ഇഫ് എൽസ് ആയിരിക്കും, സിക്കകത്ത് നിങ്ങൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ. പക്ഷേ ഇതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. ഓക്കെ, so 4:1 DMUX, 4 inputs, single output and 2 select lines അല്ലേ. സോ അപ്പോൾ അതിൻ്റെ പോർട്ട് ഡിക്ലറേഷൻ ഞാൻ വീണ്ടും പറയുന്നില്ല, നിങ്ങൾ ഓൾറെഡി ഇപ്പം തറവായിന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ദ ലിസ്റ്റ് ഓഫ് പോർട്സ്, പോർട്ട് module name, the list of ports, then the declaration of ports as outputs as well as the input. And ഒറ്റ കാര്യമേ ഉള്ളൂ, ബിഹേവിയറൽ മോഡലിംഗ് ആയതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് പോർട്സ് നീഡ്സ് ടു ബി ഡിക്ലെയർഡ് ആസ് രജിസ്റ്റർ അല്ല. ഇവിടെ 4 ഔട്ട്പുട്ട് പോർട്സ് ആണ്, വിച്ച് ആർ out 0, out 1, out 2, out 3. In is the single input and 2 select lines S1 and S0. Okay, so register ആയിട്ട് ഇപ്പോൾ 4 ഈ ഒരു ഔട്ട്പുട്ട് പോർട്ടുകളെ നമ്മൾ ഡിക്ലെയർ ചെയ്യണം, കാരണം ഇറ്റ് നീഡ്സ് ടു ഹോൾഡ് സം വാല്യൂ. ആൻഡ് ഇവിടെ ഇൻപുട്ട് ആയിട്ട് ഇന്നും S1 S0 എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഒറ്റ ലൈനിൽ വേണം എഴുതാം, ഒരു കുഴപ്പമില്ല. 2 ലൈനായിട്ട് എഴുതണമെങ്കിൽ 2 ലൈനായിട്ട് എഴുതാം. സിംഗിൾ ലൈൻ ആയിരിക്കും കുറച്ചുകൂടെ ഐഡിയൽ നിങ്ങൾ പ്രോഗ്രാം ഒക്കെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ദെൻ പിന്നെയുള്ളത് ഓട്ടോമാറ്റിക്കലി റെജ് ആയിട്ടുള്ള ഡിക്ലറേഷൻ കഴിഞ്ഞു. പിന്നത്തെ മേജർ ചേഞ്ച് വെൻ വി ആർ കമ്മിങ് ടു ബിഹേവിയറൽ മോഡലിംഗ് എന്ന് പറയുന്നത് ഈസ് ദ യൂസ് ഓഫ് ഓൾവേസ് ബ്ലോക്ക്. സോ ഓൾവേസ് അറ്റ് ആ ബ്രാക്കറ്റിൻ്റെ അകത്ത് കിടക്കുന്ന സാധനങ്ങളെ വിളിക്കുന്ന പേരാണ് സെൻസിറ്റിവിറ്റി ലിസ്റ്റ്. സോ സെൻസിറ്റിവിറ്റി ലിസ്റ്റിൻ്റെ അകത്ത് വരേണ്ടിയത് ആർ ദ ലിസ്റ്റ് ഓഫ് ഇൻപുട്സ് വിച്ച് ആർ ഇൻ S1 ആൻഡ് S0. സോ ഒന്നെങ്കിൽ ഓറിട്ട് എഴുതാമെന്ന് ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ കോമയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കോമയിട്ട് എഴുതാം. ഇതിപ്പോൾ ഞാൻ ടെക്സ്റ്റിൽ നിന്ന് അങ്ങനെ തന്നെ പ്രോഗ്രാം എടുത്തിരിക്കുന്നതാണ്. സോ ടെക്സ്റ്റിൽ ഇപ്പോൾ ഓറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കോമ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമ ഇടാം, ഒരു ഇഷ്യൂവും തന്നെ ഇല്ല. ഓക്കെ, സോ ബിഗിൻ ആൻഡ് എൻഡ് യൂസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ സെയിം കേസ് സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. സോ ദിസ് ഈസ് ദ ട്രൂത്ത് ടേബിൾ. ട്രൂത്ത് ടേബിൾ ഒന്ന് നോക്കാവോ? So S1 S0, so S1 is the MSB and S0 is the LSB. So 0 0 0 1 1 0 1 1 are the 4 combinations. ഇനി 4 ഔട്ട്പുട്ട് ഉണ്ട്, out 0, out 1, out 2, out 3. സോ അപ്പോൾ അതിനകത്ത് നോക്കിയാൽ 0 0 വരുന്ന സമയത്ത് വാട്ട് എവർ ഈസ് ദ വാല്യൂ ഇൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻപുട്ടിനകത്ത് എന്ത് വാല്യൂ ഇരുന്നാലും ശരി. 0 ആണെങ്കിൽ ഔട്ട് 0യ്ക്കകത്ത് 0 വരും. ഇന്നിലിരിക്കുന്ന വാല്യൂ 1 ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ D എന്ന് പറഞ്ഞിട്ടായിരിക്കും ഒരുപക്ഷെ നമ്മൾ കഴിഞ്ഞ സെമ്മിൽ നമ്മൾ ഡിജിറ്റലി പഠിച്ചിട്ടുണ്ടായിരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. സോ അപ്പോൾ ഡീന്ന് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ D എന്ന് വിളിക്കുക, ഒരു കുഴപ്പമില്ല. ആ സമയത്ത് വേരിയബിൾ അവിടെ D ആയിട്ട് ഡിക്ലെയർ ചെയ്ത് കൊടുത്താൽ മതി. ഇന്നെന്ന് വിളിക്കണമെങ്കിൽ ഇന്നെന്ന് വിളിക്കാം, അതിനൊന്നും കുഴപ്പമില്ല. സോ നമ്മൾ നേരത്തെ പഠിച്ച സമയത്ത് എനിക്ക് തോന്നുന്നു ഇവിടെ Dയും ബാക്കി നമ്മൾ സീറോസ് ഇട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും പ്രോഗ്രാം എഴുതാം. ഇതിപ്പോൾ ടെക്സ്റ്റിൽ അവർ ഹൈ ഇംപീഡൻസ് ആണ് ബാക്കിയുള്ള സ്റ്റേറ്റ്സിൽ കാണിച്ചിരിക്കുന്നത് ഫോർ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹൗ ദിസ് വാല്യൂ പാസസ്. കാരണം ഇന്നിൽ ചിലപ്പോൾ നിങ്ങൾ 0 കൊടുത്തെന്ന് വരാം, ഇന്നിൽ 1 വെച്ചായിരിക്കും നിങ്ങൾ ഒരു പക്ഷേ ലാബ് ചെയ്ത് കാണും അല്ലേ. സോ അപ്പോൾ ഇന്ന് ഹൈ ആക്കി വെച്ചിട്ടായിരുന്നു, അല്ലെങ്കിൽ ഇൻപുട്ട് എന്ന് പറഞ്ഞ സ്വിച്ച് നിങ്ങൾ ഹൈ ആക്കി വെച്ചിട്ടാണ് ബാക്കിയുള്ള S0 S1 S2 വിച്ച് മീൻസ് സെലക്ട് ലൈൻസിലെ വാല്യൂ 0 0 0 1 1 0 1 1 നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. ലാബിൽ അങ്ങനെയല്ല ചെയ്തത്. സോ ഇവിടെ ഇപ്പോൾ അതൊന്ന് കുറച്ചുകൂടി ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഇന്നിപ്പോൾ 0 കൊടുത്താലും ബാക്കിയുള്ളത് ഹൈ ഇംപീഡൻസ് ആണെങ്കിൽ ഇന്നിൽ കിടക്കുന്ന 0 നമുക്ക് കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യാം എന്നുള്ള പർപ്പസിലാണ് ടെക്സ്റ്റ് ബുക്കിൽ ബാക്കിയുള്ളതെല്ലാം Z വിച്ച് മീൻസ് ഹൈ ഇംപീഡൻസ് വാല്യൂ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് ഹൈ ഇംപീഡൻസ് വാല്യൂ ആയിട്ട് തന്നെ കൊടുക്കണം എന്നൊരു നിർബന്ധമില്ല. ബാക്കി നിങ്ങൾക്ക് നമ്മൾ ഓൾറെഡി ഡിജിറ്റലി ചെയ്തിരിക്കുന്ന പോലെ ബാക്കി ഇസഡിൻ്റെ സ്ഥാനത്തെല്ലാം 0 ഇട്ട് കൊടുക്കാം, ഒരു പ്രശ്നമില്ല. പ്രൊവൈഡഡ് ടെസ്റ്റ് ബെഞ്ച് എഴുതുമ്പം ഇന്നിൻ്റെ വാല്യൂ 1 ആക്കി കൊടുക്കണം, അത് നിർബന്ധമാണ്. ടെസ്റ്റ് ബെഞ്ച് എഴുതുമ്പം ഇന്നിൻ്റെ വാല്യൂ 1 ആക്കി കൊടുക്കണം. അല്ലാതെ ഇന്നിൻ്റെ വാല്യൂ 0 ആക്കി കൊടുത്തിട്ട് ബാക്കി മൊത്തം 0 ആക്കി ഇസഡിൻ്റെ സ്ഥാനത്തെല്ലാം 0 ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് മുഴുവൻ 0 കിട്ടിക്കൊണ്ടിരിക്കത്തുള്ളൂ, ഒരു ട്രാൻസിഷനും ഉണ്ടാവത്തില്ല. അങ്ങനെ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചോണം. ഇവിടെ നിങ്ങൾക്ക് ബാക്കി എല്ലാം 1 ഇട്ട് കൊടുക്കാം, അതായത് ഇസഡിൻ്റെ സ്ഥാനത്തെല്ലാം 0 ഇട്ട് കൊടുക്കാം. പ്രൊവൈഡഡ് ടെസ്റ്റ് ബെഞ്ച് എഴുതുന്ന സമയത്ത് ഇൻ ഷുഡ് ബി ഈക്വൽ ടു 1, അത് മാറ്റരുത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇന്നിൻ്റെ വാല്യൂ ബാക്കി ഈ ഒരു out 0, out 1, out 2, out 3യിലേക്ക് വരുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, സോ ഇനി ഇവിടെ നോക്കിയേ കേസ് സ്റ്റേറ്റ്മെന്റ്. സോ S1 S0യുടെ വാല്യൂ ആണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇനി ഇവിടെ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. നോക്കിയേ 2-bit ബൈനറി 00 വരുന്ന സമയത്ത് നേരത്തെ നമ്മൾ കണ്ട എക്സാമ്പിളിൻ്റെ അകത്ത് നോക്കിക്കേ, നമ്മൾ 4:1 മക്സിൻ്റെ അകത്ത് ഒരു സിംഗിൾ ഔട്ട്പുട്ട് ആയിരുന്നു ഉണ്ടായിരുന്നത്. വിച്ച് മീൻസ് 2-bit ഡെസിമൽ 0 ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം എനിക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുള്ളൂ.
അല്ലേ? ഇനിയിപ്പോൾ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സിയിലാണെങ്കിൽ നമ്മൾ കേളി ബ്രാക്കറ്റ് യൂസ് ചെയ്യും. സോ അതേപോലെ വെരിലോഗിൽ നമുക്ക് മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ്സ്, മൾട്ടിപ്പിൾ ലൈൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു യൂസ് ബിഗിനൻറ്റ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ടെക്സ്റ്റിലില്ല, പക്ഷെ അത് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് എറർ വരും എന്നുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ ബിഗിനൻറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഹിയർ ഓൾസോ വിത്തിൻ ദിസ്, ഇത് ആക്ച്വലി മൾട്ടിപ്പിൾ ലൈൻസ് ആണ്. ഇവർ ടെക്സ്റ്റ് ബുക്കിൽ ഇതിപ്പോൾ ഒരുമിച്ച് അങ്ങ് എഴുതിയിരിക്കുന്നതുള്ളൂ, ഒരുമിച്ച് നിങ്ങൾക്ക് എഴുതാൻ അതിനൊരു കുഴപ്പമില്ല. പക്ഷേ ബിഗിൻ മറന്നു പോകരുത്. ബിഗിനും എൻഡും കൊടുത്തില്ലെങ്കിൽ നിങ്ങളിത് റൺ ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും എറർ അടിക്കും. ഓക്കെ, സോ അപ്പം നോക്കിക്കേ, 0 വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞതനുസരിച്ച് നമ്മുടെ ട്രൂ ടേബിൾ അനുസരിച്ച് ഔട്ട് 0യിലേക്ക് ഇന്നെന്ന് പറഞ്ഞ വാല്യൂ പോകും. ബാക്കിയുള്ള ഔട്ട് 1, ഔട്ട് 2, ഔട്ട് 3യിലേക്ക് ഹൈ ഇംപീഡൻസ് വാല്യൂ എല്ലായിടത്തിലേക്കും ഇസഡ് ആണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സിമിലർലി 0 വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഔട്ട് 0യിലേക്ക് ഇസഡ് പോകുന്നു. ഇന്നെന്ന് പറഞ്ഞ വാല്യൂ ഇതിലേക്ക് മാത്രമേ പോകുള്ളൂ, ഔട്ട് 1ലേക്ക്. മിച്ചമുള്ള ഔട്ട് 2 അതേപോലെ ഔട്ട് 3യിലും ഹൈ ഇംപീഡൻസ് ആയിരിക്കും. അത് തന്നെ, അതായത് ട്രൂത്ത് ടേബിൾ എന്താണോ നമ്മൾ ജസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതി വെക്കുന്നത് മാത്രമേ ഉള്ളൂ. വേറെ ഭയങ്കരമായ വേരിയേഷൻസ് ഒന്നും ഇതിനകത്ത് വരുന്നില്ല. ഓക്കെ, സോ നോക്കി ഔട്ട് 0യിലേക്ക് ഹൈ ഇംപീഡൻസ്, ഇവിടെ നോക്കിയാൽ കാണാം ഔട്ട് 1 മാത്രം ഇന്ന്. നമ്മുടെ ട്രൂത്ത് ടേബിളിലേക്ക് നോക്കി ഔട്ട് 1 മാത്രം ഇന്ന്. ബാക്കിയുള്ള 3 കോമ്പിനേഷൻസ് വിച്ച് മീൻസ് ബാക്കിയുള്ള 3 ഔട്ട്പുട്ട്സിലും ഹൈ ഇംപീഡൻസ് ആണ് ഔട്ടിലേക്ക് പോയിരിക്കുന്നത്. ഔട്ട് 2, ഔട്ട് 3. സിമിലർലി അടുത്ത കോമ്പിനേഷൻ when S1 S0 is 1 0. സോ അങ്ങനെ വരുമ്പോൾ ഔട്ട് 2 മാത്രമാണ്, ഔട്ട് 2യിലേക്ക് മാത്രമാണ് ഇന്നിൻ്റെ വാല്യൂ പോവുക. മിച്ചമുള്ള ഔട്ട് 0, ഔട്ട് 1, ഔട്ട് 3യിലേക്ക് ഹൈ ഇംപീഡൻസ് വാല്യൂ ആണ് പോവുക. ഓക്കെ, സോ അത് തന്നെയാണ് ഇത് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഔട്ട് 0യിലേക്ക് ഹൈ ഇംപീഡൻസ് വാല്യൂ, ഔട്ട് 1ലേക്ക് ഹൈ ഇംപീഡൻസ്, ഔട്ട് 2യിലേക്ക് മാത്രം ഇന്നിലിരിക്കുന്ന വാല്യൂ, ആൻഡ് ഔട്ട് 3യിലേക്ക് ഓൾസോ ഹൈ ഇംപീഡൻസ്. ആൻഡ് ദ ലാസ്റ്റ് കേസ് വിച്ച് ഈസ് S1 S0 1 വരുവാണെങ്കിൽ ഔട്ട് 3യിൽ മാത്രമാണ് ഇന്നിലിരിക്കുന്ന വാല്യൂ. ബാക്കിയുള്ള 3 ഔട്ട്പുട്ട്സ് ഔട്ട് 0, ഔട്ട് 1, ഔട്ട് 2യിൽ ഹൈ ഇംപീഡൻസ്. സോ അത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് കോമ്പിനേഷൻ ഔട്ട് 0 ഇസഡ്, ഔട്ട് 1 ഇസഡ്, ഔട്ട് 2യിൽ ഇസഡ്, ആൻഡ് ഔട്ട് 3യിൽ മാത്രം ഇന്നിലിരിക്കുന്ന വാല്യൂ. സോ കേസ് നമ്മൾ ബിഗിൻ ചെയ്യുന്ന കേസ് എന്ന് പറഞ്ഞാൽ കീവേഡാണ്. കേസ് എൻഡ് ചെയ്യേണ്ടത് എൻഡ് കേസ് എന്ന് പറയുന്ന കീവേഡാണ്. ബിഗിൻ ഇവിടെ കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ എൻഡ് കൊടുത്തേ, ആൻഡ് ഫൈനലി എൻഡിങ് വിത്ത് എൻഡ് മൊഡ്യൂൾ.